ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂർക്കയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി മസാലക്കറിയാണ്. ബീഫും കൂർക്കയും ചിക്കനും കൂർക്കയും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണല്ലേ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ മുട്ടയും കൂർക്കയും വെച്ചിട്ടുള്ള മസാലക്കറി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം കേട്ടോ. തയ്യാറാക്കി നോക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ നമുക്ക് ഈ കൂർക്ക മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം കൂർക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 മുട്ടയും എടുത്തിട്ടുണ്ട്. നാടൻ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം സാധാരണ മുട്ടയായാലും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് കൂർക്കയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാവർക്കും കൂർക്ക നന്നാക്കാനൊക്കെ കുറച്ച് മടിയാണല്ലേ. അത് ചാക്കിലാക്കിയിട്ട് തല്ലണം, അല്ലെങ്കിൽ കൊട്ടയിലിട്ടിട്ട് തിരുമ്മി തൊലി കളയണം. കൂർക്ക കുറച്ച് വാടിയിട്ടും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, തൊലി മുഴുവനായിട്ടൊന്നും പോവില്ല. പിന്നെ അത് ചുരണ്ടി കളയുമ്പോൾ പലർക്കും കയ്യിലൊക്കെ കറ പിടിക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ കൂർക്കയുടെ തൊലി എങ്ങനെയാണ് കളഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കൂർക്ക നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂർക്ക മുങ്ങി കിടക്കത്തക്ക വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ സ്റ്റീമൊക്കെ പോയതിന് ശേഷം തണുത്ത് വന്നപ്പോൾ ഞാൻ കൂർക്കയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞെടുക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടോ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളയില്ലേ, അതുപോലെ കൂർക്കയുടെ തൊലി എളുപ്പത്തിൽ കളഞ്ഞെടുക്കാം. തൊലിയിലൊന്നും ഒട്ടും പിടിക്കാതെ തന്നെ നമുക്ക് കൂർക്ക നന്നാക്കി എടുക്കാൻ പറ്റും. കയ്യിലൊന്നും കറ പിടിക്കുകയില്ല. ഇതാ കണ്ടോ, ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട്. വലിയ കൂർക്കയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട തോടൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ മഞ്ഞ ഒന്ന് വേർപെടുത്തിയെടുക്കാം. വെള്ളം നമുക്ക് ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നാളികേരമാണ്. ഞാനിവിടെ ഒരു മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ടൊരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ഏലക്കായ, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 4 വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 4 ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വരണം. നാളികേരം എല്ലായിടത്തും ഒരുപോലെ മൊരിഞ്ഞു വരാനായിട്ട് ഒരു ടിപ്പുണ്ട് കേട്ടോ. നാളികേരം ചിരകിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസ് ബട്ടൺ വെച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നാളികേരം ഒരുപോലെ എല്ലായിടത്തും ആയി കിട്ടും. വറുത്തെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതാ നാളികേരമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കരിവേപ്പിലൊക്കെ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്രയും ടേസ്റ്റ് കൂടും. കൂടാതെ നല്ല ഹെൽത്തിയാണ്. കൊളസ്ട്രോളൊക്കെ കുറയാൻ കരിവേപ്പില വളരെ നല്ലതാണ്. ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി സ്റ്റൗ ഓണാക്കിയതിന് ശേഷം കടായി അടപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം. നാടൻ കറികളൊക്കെ തയ്യാറാക്കാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവോള ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി എരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി എരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നാളികേരക്കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയുടെ മഞ്ഞ ഒരെണ്ണം പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ല കട്ടിയും അതുപോലെ ടേസ്റ്റും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 മുട്ടയുടെ മഞ്ഞക്കരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ.
വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിരുന്നു. ഉപ്പും എരിവൊക്കെ നല്ല കറക്റ്റാണ്. മുട്ടയുടെ വെള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് കറിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ടേസ്റ്റും. ലാസ്റ്റ് നമ്മളിതിലേക്ക് ഉള്ളിയും കരിവേപ്പിലയും താളിച്ച് ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേരുമ്പോൾ നമ്മുടെ കൂർക്ക മുട്ടക്കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടിയും കൂടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.